ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 62ാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഇസ്സത്തുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇസ്സത്തുണ്ടാവുന്ന അല്ലെങ്കിൽ നിന്ദ്യത വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നിന്ദ്യത വരാനുള്ള കാരണം എന്താണ്? ഒന്ന് തൊമഴുണ്ടാവുക എന്നുള്ളതാണ്, അല്ലേ? തൊമഴ എന്ന് നമ്മൾ വിശദീകരിച്ചു. തൊമഴുണ്ടാകാൻ കാരണം, തൊമഴുണ്ടാകുന്നത് എന്തുകൊണ്ടായതുകൊണ്ടാണ്? വഹമുണ്ടായതുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ അടിമത്തം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അപ്പോൾ അടിമത്തം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അടിമത്തം അല്ലെങ്കിൽ യഖീന് എന്ന് പറഞ്ഞ സംഗതിയാണ് ആർക്കുണ്ടാവേണ്ടത്? അള്ളാഹുവിൻ്റെ അടിമക്ക് ഉണ്ടാവേണ്ടത് യഖീനാണ് ഉണ്ടാവേണ്ടത്, അല്ലാതല്ല വഹമല്ല. നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? യഖീനാണ്. യഖീൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവേണ്ടത്. യഖീൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവല് വറഅ് എന്ന സംഗതി. നമ്മൾ ഇസ്സത്ത് പറഞ്ഞില്ലേ, വറഅ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകുമ്പോഴാണ് ഏതുണ്ടാവുക? യഖീൻ ഉണ്ടാവുക. യഖീൻ എന്ന സംഗതിയാണ് ഇനി അടിമക്ക് ഉണ്ടാവേണ്ടത്. യഖീൻ എന്ന സംഗതി ഉണ്ടാവില്ല എന്താണ്? വറഅ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുമ്പോഴാണ്. വറഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? വറഅ് പണ്ടത്തെ കാലത്തൊക്കെ വറഅ് ഉസ്താമാർ പറയില്ലേ, എന്ത് സൂക്ഷ്മത എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ എന്താണ് വറഅ്, എന്താണ് സൂക്ഷ്മത എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വറഅ് എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് ശേഷമുള്ള ഈ ഹിക്മത്തിൽ ചർച്ചകൾ. സാധാരണ നമ്മൾ വറഅ് എന്ന് പറഞ്ഞാൽ, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറാമാണോന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുക? ഹറാമാകാൻ ചാൻസ് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്ത് വറഅ് എന്ന് പറഞ്ഞാൽ. അതായത് ഹറാമാകാൻ ചാൻസ് ഉണ്ട് എന്നത്. ചില വിഷയത്തിൽ നമുക്ക് അവ്യക്തത ഉണ്ടാവും. ഹലാലും വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കൺഫ്യൂഷനുള്ള ചില വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളെന്ത്, നമുക്കത് ഉപയോഗിക്കാം, പക്ഷെ സൂക്ഷ്മത നോക്കുമ്പോൾ എന്തായിരിക്കും? അത് ഒഴിവാക്കലായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ മാറ്റിവെക്കുന്ന സ്വഭാവക്കാരുണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾക്കാണ് ഇത് പറയുക, ആ ഒരു പ്രവർത്തനത്തിനാണ് ഇത് പറയുക വറഅ് എന്ന് പറയാം. ചില മഹാന്മാർ പറയുന്നത് കാണാം, സഹാബികളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അല്ലാഹു തആല അനുവദിച്ച 10 കാര്യങ്ങൾ വരെ ഒരു ഹറാമ് സംഭവിക്കുന്ന വിചാരിച്ച് 10 ഹലാല് വരെ അവരെന്ത് ചെയ്തിരുന്നു? സഹാബികൾ ഉപയോഗിക്കുന്നു. 10 ഹലാലാണ്, പ്രശ്നമൊന്നുമില്ല, എന്നാലും ചാൻസ് ഉണ്ടോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഉപേക്ഷിച്ചിരുന്നു. അതാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കിയ വറഅ്. എന്നാൽ അള്ളാഹുവിൻ്റെ പരിപൂർണരായ അടിമകളെ സംബന്ധിച്ചുള്ള വറഅ് എന്താണ് എന്ന് ശേഷം പറയും. ഈ വറഅ് എന്നല്ല, അവരെ വറഅ്. അപ്പോൾ കാമിലികളായ അള്ളാഹുവിൻ്റെ അടിമകളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നും കൂടി ഈ ഹിക്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ വറഅ് എന്താണ് അതുകൂടെ മനസ്സിലാവും. അപ്പോൾ അടിമത്തത്തിന് വേണ്ടത്, യഥാർത്ഥ അടിമത്തത്തിലേക്ക് നമ്മൾ പോകണം. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടിമകളായ ഉണ്ടാവുക. യഥാർത്ഥ അടിമകളാവുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? യഖീൻ ഉണ്ടാവും, അല്ലേ? യഖീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പൂർണ്ണമായ സ്വതന്ത്രരായ അടിമകളാവും. അടിമ സ്വതന്ത്രരായപ്പോഴാണ് ആ അടിമക്ക് എന്തുണ്ടാകുമ്പോഴാണ്? യഖീൻ ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ ആ അടിമക്ക് എന്തുണ്ടാവും? ഇസ്സത്തുണ്ടാവും. അവർ പൂർണ്ണമായും സ്വതന്ത്രം. അവർക്ക് ആരെയും തളച്ചിട്ടാൻ, അവരെ ആർക്കും തളച്ചിട്ടാൻ പറ്റില്ല. അവരാർക്കും കീഴടങ്ങുന്നില്ല. അവരങ്ങനെ എപ്പോഴും എങ്ങനെയെങ്കിലും സോപ്പിട്ടാൽ കിട്ടുന്നവരാവില്ല. അവർക്കൊരു നിലപാടണം. ആ നിലപാട് അവർ അള്ളാഹുവിന് വേണ്ടി എടുക്കുന്നവരായിരുന്നു. അതാണ് വലാ യഖാഫൂന ലൗമത ലായിം. ഒരു ആക്ഷേപകൻ്റെ ആക്ഷേപത്തെ അവർക്ക് എന്ത് ചെയ്യില്ല, അവർ പേടിക്കില്ല. ഞാനൊരു നിലപാടെടുത്തുകൊണ്ട് എൻ്റെ വേണ്ടപ്പെട്ട ആൾക്ക് ബുദ്ധിമുട്ടാവോ, അയാൾക്ക് വെറുപ്പാവോ, അയാൾ ഇന്നാക്കലോ, അതൊന്നും അവർക്ക് പ്രശ്നമില്ല. കാരണം അവരാരുടെയും അടിമയല്ല, അവരാരുടെ സ്വതന്ത്രമായ അടിമയാണ്. അവർ സ്വതന്ത്രമായ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അപ്പോൾ സ്വതന്ത്രമായ അള്ളാഹുവിൻ്റെ അടിമ എങ്ങനെയാകാം? അപ്പോഴാണ് അടിമക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ അടിമക്ക് എന്തുണ്ടാവും? യഖീൻ ഉണ്ടാവും. അടിമയിൽ എന്തുണ്ടാവും? വറഅ് ഉണ്ടാവും. ഇത്രയും വിഷയങ്ങളാണ് ഈ ഹിക്മത്തിൽ ചർച്ച ചെയ്യുന്നത്. ഹിക്മത്തൊന്ന് വായിക്കും. 62ാമത്തത്, അന്ത ഹുറും മിമ്മ അന്ത അൻഹു ആയിസുൻ വഅബ്ദുൻ ലിമാ അന്ത ലഹു ത്വാമിഉൻ. ഇതിൽ 2 സംഗതി, 3 പദങ്ങളാണ് പറയുന്നത്. ഒന്ന് ഹുറ്, ബാക്കിയൊക്കെ അന്ത ഇന്ത എന്നൊക്കെയാണ് നമുക്കറിയുന്നത്. ഹുറ് പറഞ്ഞാൽ എന്താണ്? ഹുറ് പറഞ്ഞാൽ സ്വന്തം, അല്ലേ? പിന്നെ പറയുന്നത് ആയിസുൽ എന്നാണ്. പിന്നെ അതിൽ പറയുന്നത് അബ്ദുൽ പറഞ്ഞാൽ എന്താണ്? അടിമ എന്നാണ്.
തോമഴൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം വെച്ചു. തൊമഴ എന്നതിൻ്റെ ഇസ്മുഫായിലാണ് തോമഴ. തൊമഴ പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിക്കുന്നവൻ, പൂതി വെക്കുന്നവൻ. തൊമ പറഞ്ഞാൽ പൂതി എന്നാണ്. തോമ പറഞ്ഞാൽ പൂതിയുള്ളവൻ, ആഗ്രഹിക്കുന്നവൻ. ആയുസുൻ എന്നൊരു പദമാണ് ഇതിൽ കാണുന്നത്. ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? ആയുസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യസ് എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. യസ് എന്ന് പറഞ്ഞാൽ എന്താ? നിരാശ അല്ലേ? ആയുസ് പറഞ്ഞാൽ എന്താണ്? നിരാശ എന്നാണ്. ആശ മുറിയുക, അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുക. അപ്പോഴാണ് എന്ത് പറയുക? ആയുസ് എന്ന് പറയും. ആയുസ് പറഞ്ഞാൽ മലയാളത്തിൽ ആയുസല്ല കേട്ടോ. ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ തൊട്ടുള്ള നമുക്ക് ഏത് നഷ്ടപ്പെടുക? പ്രതീക്ഷ നഷ്ടപ്പെടുക. പിന്നെ ഒരു വിഷയത്തെ തൊട്ട് നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ പ്രതീക്ഷയിലേക്ക്, ആ വിഷയത്തിലേക്ക് നമ്മൾ പോവോ? ഇല്ല. പ്രതീക്ഷ ഉള്ളെങ്കിൽ നമ്മളവിടെ പോയി നോക്കുള്ളൂ. ഇത് ചില ആളുകളെ ചില വിഷയത്തിൽ പോകുമ്പോൾ ഞാൻ എടുക്കില്ല, കാരണം എന്താ? എനിക്കൊരു പ്രതീക്ഷയില്ല. അങ്ങനെയല്ല നമ്മൾ പറയാറുള്ളത്. കാരണം എന്താണ്? ആ വിഷയത്തിൽ നമുക്ക് എന്തില്ല? പ്രതീക്ഷയില്ല, പിന്നെ പോയിട്ട് കാര്യമില്ല. അപ്പം മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ അടിമ നിരാശനാകണം, അല്ലെങ്കിൽ പ്രതീക്ഷ ഇല്ലാത്തവനാവണം. അപ്പോഴാണ് അയാൾ എന്ത് ചെയ്യുക? സ്വതന്ത്രനാക്കുക. എപ്പോഴും ഏതിലാണ് പ്രതീക്ഷയാകേണ്ടത്, ഏതിലൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ നഷ്ടപ്പെടുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് ഹിക്മത്തിൻ്റെ അർത്ഥം നോക്കാം. അൻത ഹുറുൻ, നീ ആരാണ്? സ്വതന്ത്രനാണ്. മിമ്മ ഒന്നിൽ നിന്ന്. അൻത അൻഹു ആയുസുൻ, നീ അതിനെ തൊട്ടെന്താണ്? നിരാശനാണ്, പ്രതീക്ഷ ഇല്ലാത്തവനാണ്. അപ്പം ആ വിഷയത്തെ തൊട്ട് നീ ആരാണ്? സ്വതന്ത്രനാണ്. പിന്നെ ഇപ്പം നിനക്കൊരു സ്ഥാനമാനം അല്ലാഹു തന്നിട്ടുണ്ട്. ആ സ്ഥാനമാനം സംബന്ധിച്ചോളം നിനക്ക് എന്തില്ല? ഒരു പ്രതീക്ഷയില്ല. ആളുകളുടെ നീ വലിയ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, മന്ത്രിയാണ്, MLA ആണ്, ഒക്കെ മഹാരാജാവാണ്. പക്ഷെ നിന്റെ മനസ്സ് നോക്കുമ്പോൾ നിൽക്കുന്നില്ല, ഒരു വില എനിക്ക് തോന്നില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടാണ്, വേറെ ആർക്കറിയാം? എനിക്കറിയാം. അപ്പം അതിൽ എനിക്ക് എന്തില്ല? പ്രതീക്ഷയില്ല. അപ്പം ആ വിഷയത്തിൽ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ആ വിഷയത്തിൽ നിരാശയാണ്. കാരണം അതിന് എനിക്ക് ഒരു കാര്യം എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പം ആ വിഷയത്തിൻ്റെ അടിമയല്ല ആര്? അപ്പം ആ വിഷയത്തിൽ ഞാൻ ആരാണ്? സ്വതന്ത്രൻ. ആ വിഷയത്തിനെ എന്നെ കീഴ്പ്പെടുത്താൻ എന്ത് ചെയ്യില്ല? കഴിയില്ല. ആ വിഷയത്തിൻ്റെ പിന്നിൽ പോകേണ്ട ആവശ്യം എനിക്കുണ്ടാവില്ല. മൈൻഡ് കൊണ്ട് ആ വിഷയത്തിലേക്ക് ഒരിക്കലും ഞാൻ കീഴ്പ്പെട്ട് കൊടുക്കൂല. കാരണം എനിക്ക് അതുകൊണ്ട് എന്താ കിട്ടാന്ന് എനിക്കറിയാം. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, അതിനൊന്നും സ്ഥിരതയില്ല. അത് ഏത് സമയത്തും ഇല്ലാതെയാവും. പിന്നെ എന്തിനാണ് അതുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷ വെച്ചുകൊണ്ട് നടക്കുന്നത്? അപ്പോൾ ഏതൊക്കെ വിഷയത്തെ തൊട്ടാണ് നിന്റെ ആശ മുറിഞ്ഞു കളയുന്നത്, അപ്പോൾ ആ വിഷയത്തിൽ നിനക്ക് നീ എന്താണ്? സ്വതന്ത്രം. അപ്പം അള്ളാഹുവിൻ്റെ അടിമകൾ പൂർണ്ണമായ സ്വതന്ത്രരായിരിക്കും. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ പൂർണ്ണമായും സ്വതന്ത്രരായിരിക്കും. കാരണം എന്താണ്? അവർക്ക് അള്ളാഹു അല്ലാത്ത വേറൊന്നിലും എന്തില്ല? പ്രതീക്ഷ. നിരാശരാണ്. അവർക്കതിൽ പ്രതീക്ഷയില്ല, ആശയില്ല. അപ്പോൾ അവർക്ക് സ്വതന്ത്രനായ അള്ളാഹുവിൻ്റെ അടിമയായി മാറാൻ കഴിയും. അപ്പോൾ നമ്മുടെ സമ്പത്ത്, നമ്മളെ സന്താനങ്ങൾ, സ്ഥാനമാനങ്ങൾ, മറ്റുള്ള എന്തെല്ലാം ഉണ്ടോ അതിലേക്കൊന്നും അവർക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട്, ഏതൊക്കെ വിഷയത്തിൽ അവർ പ്രതീക്ഷയില്ലാത്തവരാണോ, നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ചിലർക്ക് ചില വിഷയത്തിൽ പ്രതീക്ഷ ഉണ്ടാവും. പരിപൂർണര അടിമയാണെങ്കിൽ അള്ളാഹു അല്ലാത്ത വേറൊന്നിലും അവർക്ക് എന്തുണ്ടാവില്ല? പ്രതീക്ഷയേ ഉണ്ടാവില്ല. അവരതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ മനസ്സിലേക്ക് ഒരു പൊടി പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു പരിപൂർണമായ സ്വതന്ത്രമാണ്. നമുക്ക് ചിലപ്പോൾ ചിലതിൽ പ്രതീക്ഷ ഉണ്ടാവില്ല, ചിലതിൽ പ്രതീക്ഷ ഉണ്ടാവും. അപ്പം ചില വിഷയത്തിൽ നമ്മൾ അടിമകളാണ്, ചില വിഷയത്തിൽ നമ്മൾ സ്വതന്ത്രരാണ്. അങ്ങനെ ഉണ്ടാവും കുറച്ചാൾ. അവർക്ക് ചിലതിൽ പ്രതീക്ഷ ഉണ്ടാവും, ചിലതിൽ പ്രതീക്ഷയില്ല. അപ്പം അവർ പരിപൂർണരായാലല്ല, പരിപൂർണ സ്വതന്ത്രമല്ല. ചിലതിൽ അവർക്ക് എന്തുണ്ട്? പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അവർ ആ പ്രതീക്ഷൻ്റെ പിന്നിൽ അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സെന്ത് ചെയ്യുന്നുണ്ട്? ആ വിഷയത്തിനോട് നിന്ന് അടിമത്തുണ്ട്. ഏത് വിഷയത്തിനോടാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നത്, ആ വിഷയത്തിനോട് നമുക്ക് എന്തുണ്ടാവും? അടിമത്തുണ്ടാവും. പ്രതീക്ഷയുള്ള ചില ആളുകൾക്ക് നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ ആളുകളോട് നമുക്ക് എന്തുണ്ടാവും? ഒരു വിധേയത്വം ഉണ്ടാവും. തീർച്ചയല്ലത്. ചില ആളുകൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ ആളുകൾ നമുക്ക് വിധേയത്വം ഉണ്ടാവും. ആ വിധേയത്വം ഒരു തരം എന്താണ്? അടിമത്തമാണ്. അപ്പം അയാൾ വെറുപ്പിക്കാതിരിക്കാൻ നോക്കും നമ്മൾ. മാത്രമല്ല അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള, ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല, എന്നാലും ആ പ്രതീക്ഷയുടെ പുറമേൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും. ഒരുപാട് കാര്യങ്ങൾ അയാൾ പറഞ്ഞത് കേൾക്കും. ചുരുക്കി പറഞ്ഞാൽ അയാളുടെ ഒരു അടിമത്വം ആർക്കുണ്ടാവും? നമുക്കുണ്ടാവും.
കാരണം അയാളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടാണ്. നേരെ വെച്ചാൽ ഒരു മനുഷ്യന് എനിക്കൊരു പ്രതീക്ഷ ഇല്ലെങ്കിലോ, ഒരു മനുഷ്യനും എനിക്ക് അള്ളാഹു താല ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു മനുഷ്യനും വഴിപ്പെടേണ്ട ആവശ്യം എനിക്കുണ്ടാവില്ല. അപ്പൊ പൂർണ്ണമായി ഞാൻ സ്വതന്ത്രനാണ്. അപ്പൊ ഏതൊക്കെ വിഷയത്തെ തൊട്ടാണ് നമ്മൾ ആശകൾ മുറിച്ചു കളയുന്നത്, അപ്പോഴാണ് നമ്മൾ ആ വിഷയത്തിൽ എന്താവുന്നത്, സ്വതന്ത്രനാവുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അടിമയെ സ്വതന്ത്ര അടിമയാണെങ്കിൽ അയാൾക്ക് യക്കീനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അയാൾക്ക് ഇസ്സത്തുണ്ടാവും. അയാൾ അടിമത്തം, യഥാർത്ഥ അടിമത്തമുള്ളവനാണ്. അള്ളാഹു അല്ലാത്ത വേറൊന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരാളല്ലെങ്കിൽ എനിക്ക് വേറെ ആളുണ്ടാവും എന്നാണ് അയാൾ കാണുന്നത്. അല്ലാതെ ഒരു വ്യക്തിയും ഒന്നിനും അയാൾ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ അതാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആയിരിക്കും. അവർ അള്ളാഹു അല്ലാത്ത വേറൊന്നിനെയും അവരെന്തില്ല, പ്രതീക്ഷിക്കൂല. അപ്പൊ അന്ത ഹുറും മിമ്മ അന്ത ഹായിസുൻ, നീ എന്തിനൊക്കെ തൊട്ട് നിന്റെ ആശയം വിച്ഛേദിക്കുന്നുണ്ടോ അപ്പൊ അതിലൊക്കെ നീ സ്വതന്ത്രനാണ്. അപ്പൊ എവിടെയൊക്കെയാണോ നമ്മൾ കുടുങ്ങിക്കെടുക്കുന്നത് അവിടെയൊക്കെ നമുക്ക് അടിമത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്വതന്ത്രനായ അടിമയാകണമെങ്കിൽ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെ തൊട്ട് നമ്മൾ ആശ എന്ത് ചെയ്യണം, കുറിച്ച് കളയണം. അബ്ദുൽ ലിമാ അന്ത ലഹു ത്വാമയോ, എന്തിലൊക്കെ നിന്റെ ആഗ്രഹം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ അടിമയാണ് ഇനി. ഒരാൾക്ക് സമ്പത്തിന്റെ ആവശ്യം അയാളെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ സമ്പത്തിന്റെ അടിമയാണ്. സ്ഥാനമാനത്തിന് അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ സ്ഥാനമാനത്തിന്റെ ഏതാണ്, അടിമയാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതിന്റെ അടിമ പറഞ്ഞിട്ടുണ്ടല്ലോ. തൈസ അബ്ദുൽ ദീനാർ, തൈസ അബ്ദുൽ ദിർഹം. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരും പല അടിമകളാണെന്നാണ്. ദീനാറിന്റെ അടിമകളുണ്ട്, സമ്പത്തിന്റെ അടിമകളുണ്ട്, പ്രശസ്തിയുടെ അടിമകളുണ്ട്, അങ്ങനെ പലതിന്റെ അടിമകളുണ്ട്. അങ്ങനത്തെ അടിമകളൊക്കെ നശിച്ചു പോകട്ടെ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? റസൂലുള്ളാഹി നശിച്ചിരിക്കുന്നു എന്നാണ്. ദീനാറിന്റെ അടിമകൾ നശിച്ചിരിക്കുന്നു, ദിർഹമിന്റെ അടിമകൾ നശിച്ചിരിക്കുന്നു. അറേബ്യയിൽ ദീനാറും ദിർഹമാണ്. ഇവിടെ റുപ്പീസ് ആണെങ്കിലും പൈസന്റെ അടിമയിലില്ല എന്ന് പറയണ്ട. പൈസന്റെ അടിമകളും എന്ത് ചെയ്തിട്ടുണ്ട്, റുപ്പികയുടെ അടിമകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഡോളറിന്റെ അടിമകളും യൂറോയുടെ അടിമകളും, ഇനി പുതിയ വരുന്ന ബ്രെക്സിറ്റ് ഉണ്ട് അതിന്റെ അടിമകളാണെങ്കിൽ എല്ലാത്തിന്റെ അടിമകളും നശിച്ചിരിക്കുന്നു. അവർക്ക് അതെന്താ കാരണം? അവർക്ക് പൂർണ്ണമായ അവരാരാവൂല, സ്വതന്ത്രനാവൂല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു നിലപാടെടുത്താൽ, നമ്മളെ മനസ്സിന്റെ ലക്ഷ്യത്തിനെ അള്ളാഹു അല്ലാത്തതിൽ നിന്ന് മുറിച്ചു കളഞ്ഞാൽ, എന്താണ് അതിന്റെ തിയറി? അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെ എനിക്കില്ല, റബ്ബാണ്. ഇനിയിപ്പോ ഒരാൾ സാധിപ്പിച്ചെന്ന് വെച്ചിട്ട് അവനോടൊരു നന്ദി കാണിക്കണോ, അതൊക്കെ വേറെ. അല്ലെങ്കിൽ അവനോട് എൻ്റെ പവറൊന്നുമല്ല എന്ന് പോയി പറയൊന്നും വേണ്ട. അത് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല. അവരോട് ശുക്രുണ്ട് എന്നുള്ളതാണ്. അവരോട് ശുക്ർ കാണിക്കണം. അത് അള്ളാഹുവിനുള്ള നന്ദിയാണ്. അതും അള്ളാഹു തന്നതാണ്. അള്ളാഹു തന്നെ എന്നെ ഉപയോഗപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എന്നോട് സാധിച്ചു എന്നുള്ള നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അത് എന്നിട്ട് അവരോട് അൽഹംദുലില്ലാഹ്, ശുക്രൻ, ജസാക്കല്ലാഹ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ ഒരു നിലപാട് അള്ളാഹു തആല എടുത്താൽ ആ മനുഷ്യനെ എല്ലാവരും അങ്ങോട്ട് വഴിപ്പെടുന്നു. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പഠിച്ചതാണെന്ന്. അപ്പൊ നമ്മൾ അള്ളാഹു എന്ന നിലപാടെടുത്താൽ ബാക്കിയൊക്കെ എന്ത് ചെയ്യും? പഠിച്ചോ എന്ത് ചെയ്യും? ഓനക്കാട് കൊടുക്കും. അതാണ് മൻ ഹമ്മ അമ്മൻ വാഹിദ. ഒരു ഹദീസിൽ ഒരു മനുഷ്യന്റെ ലക്ഷ്യം അള്ളാഹു മാത്രമായാൽ അവന്റെ എന്തെല്ലാം മറ്റുള്ള ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു തആല എന്ത് ചെയ്യും? സാധിപ്പിച്ചു കൊടുക്കും. അവൻ്റെ അസുഖങ്ങളുണ്ട്, അവൻ്റെ ആരോഗ്യങ്ങളുണ്ട്, അവൻ്റെ സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അതൊന്നും അവൻ്റെ മനസ്സിൽ എന്തില്ല, ഒരു ടെൻഷനായിട്ട് അവൻ കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ ഉണ്ട് എന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അവൻ്റെ ടെൻഷൻ എന്താണ്? അള്ളാഹു മാത്രമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ടെൻഷനിലേക്ക് അവൻ പോയതുകൊണ്ട് അവൻ്റെ ബാക്കി അവൻ പറയാത്ത എല്ലാ ടെൻഷനുകളും അള്ളാഹു തആല എന്ത് ചെയ്യും? പരിഹരിച്ചു കൊടുക്കുമെന്നാണ്. കാരണം അവൻ അതിൽ നിന്നൊക്കെ സ്വതന്ത്രനാണ്. അപ്പൊ അവനെ സ്വതന്ത്രമായിട്ട് തന്നെ അള്ളാഹു തആല മാറ്റും എന്നുള്ളതാണ്. നേരെ മറിച്ച് അവൻ ഓരോ ടെൻഷനും ഇങ്ങനെ എണ്ണി അതിന്റെ പിന്നിൽ ഇങ്ങനെ ചില നമ്മൾ പറയില്ലേ, എന്താകെ ടെൻഷൻ, ഇവിടെ മകളെ കാര്യം അങ്ങനെ ടെൻഷൻ, മോൻ്റെ കാര്യം അവിടെ ജോലിൻ്റെ ടെൻഷൻ, അല്ലേ, അയൽപക്കത്തെ അയൽവാസിൻ്റെ ടെൻഷൻ. ഇങ്ങനെ അവനോട് ചോദിച്ചാൽ ടെൻഷൻ്റെ കഥകളെ പറയാവുള്ളൂ. എന്നാൽ അവനക്കൊരു ടെൻഷൻ ഉണ്ടോ? എന്താണ് അള്ളാഹു എന്നുള്ള ടെൻഷൻ? അത് അതിനെപ്പറ്റി അവനക്ക് ഓർമ്മയേ ഇല്ല. അപ്പൊ എന്താ ഉണ്ടാവുക? അവനാ ടെൻഷന്റെ പിന്നിൽ നടന്നാൽ അള്ളാഹു തആല അവന്റെ എല്ലാ ടെൻഷന്റെ പിന്നിൽ അവനങ്ങനെ നടത്തും. അപ്പൊ ഒരു മനുഷ്യന്റെ ടെൻഷൻ അള്ളാഹുമായാൽ സകല ടെൻഷനും അള്ളാഹു തആല പരിഹരിക്കുമെന്നുള്ളതാണ്. കാരണം എന്താണ്? അവൻ സ്വതന്ത്രനാണ്. അപ്പൊ സ്വതന്ത്രനായ അടിമയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥ അടിമ
ഇവിടെ മഹാന്മാർ പറയുന്നത് ഒരു അടിമത്തം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി ഇതാണ്. അടിമത്തം എന്ന് പറയുന്നത് എന്താണ്? ഒരു യജമാനുള്ള ഒരു ആളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിമയാണെങ്കിലും അടിമക്ക് കനാഴത്തുണ്ട്. കനാഴത്ത് പറഞ്ഞാൽ അയാൾക്ക് കിട്ടിയത് അയാൾ സംതൃപ്തനാണ്, അടിമത്തത്തിൽ അയാൾ സംതൃപ്തനാണ്, അടിമ യജമാനം ചെയ്യിപ്പിക്കുന്ന ജോലി അയാൾ സംതൃപ്തനാണ്. അടിമക്ക് അതല്ലാത്ത വേറൊന്നിനും അയാൾക്ക് ആഗ്രഹമില്ല. അയാളുടെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹു ആണ്. മാനാ ബിലാലുള്ളതിനൊക്കെ അങ്ങനെ ഇല്ലായിരുന്നോ? അള്ളാഹ് തന്നെ പറഞ്ഞിരുന്നേ. അങ്ങനെയാണെങ്കിൽ അത് ഭൗതിക ലോകത്തെ അയാൾ അടിമയാണെങ്കിലും ആത്മീയ ലോകത്തെ അയാൾ ആരാണ്? സ്വതന്ത്രനാണ്. അയാളാണ് യഥാർത്ഥ സ്വതന്ത്രൻ. കാരണം അയാൾക്ക് അയാളുടെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത വേറെ എന്തില്ല, അയാൾക്ക് ആശയില്ല. എന്നാൽ ഒരാൾ സ്വതന്ത്രനാണ്, അയാളുടെ അണ്ടറിൽ അനേകായിരം അടിമകളുണ്ട്, എന്നിട്ടും അയാൾക്ക് പലതിനോടും ആവശ്യമുണ്ട്. അയാൾ യഥാർത്ഥത്തിൽ അർത്ഥലോകത്തിൽ, അതായത് നമ്മൾ കാഴ്ചയിൽ അയാൾ വലിയ സ്വതന്ത്രനായിരിക്കും, അയാൾക്ക് കുറേ അടിമകളുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ റൂട്ടിൽ അയാൾ ആരാണ്? അടിമയാണ്. കാരണം അയാളാണ് അടിമ. അയാൾ അടിമ സ്വതന്ത്രനാണ്. ഇയാൾ ആരാണ്? ഇയാൾ അടിമയാണ്. കാരണം എന്താണ്? ഇയാളിപ്പോഴും ഇയാളെ ആഗ്രഹങ്ങൾക്ക് പലതിലേക്കും ആശ ഉണ്ട്. ഇയാൾക്ക് ഇപ്പോഴും ആശകൾ ഇങ്ങനെ കൂടി വരികയാണ്. പലതിലേക്കും ആശ, പിന്നെ തൊമഴ ഇങ്ങനെ കൂടി വരികയാണ്. പിന്നെ അയാൾക്ക് എങ്ങനെ അടിമയാകാൻ പറ്റുക? അയാൾക്ക് ഇപ്പോഴും അയാളെ കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. പിന്നെ അയാൾ അതിൻ്റെയൊക്കെ അടിമയല്ലേ? എന്നുവെച്ചാൽ അയാളെ നേരിട്ടുള്ള അടിമയുണ്ട്. അടിമയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വേണം, എനിക്കിൻ്റെ റബ്ബിനെ തൃപ്തിയിട്ടാൽ മതി. അയാൾക്കൊന്നും ആഗ്രഹമില്ല. അപ്പം അയാളല്ല സ്വതന്ത്രൻ. അപ്പം ആഗ്രഹങ്ങൾക്ക് കീഴ്പ്പെട്ട് കിടക്കുന്നവൻ ആരാണ്? അടിമയാണ്. ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനായവൻ ആരാണ്? സ്വതന്ത്രനാണ്. അപ്പോൾ ആ സ്വതന്ത്രന അടിമക്ക് എന്താ വേണ്ടത്? അള്ളാഹു തആല ചെയ്തു കൊടുക്കും. അതല്ലേ പറഞ്ഞത്, ഞാനൊരു വസ്തുവിനോട് പറഞ്ഞാൽ കുൻ എന്ന് പറഞ്ഞാൽ ആ വസ്തു എന്ത് ചെയ്യും? ഉണ്ടാവും. എൻ്റെ അടിമയെ നീ എനിക്ക് വഴിപ്പെട്, എന്നിട്ട് നീയും കുൻ എന്ന് പറയും. അപ്പം നീ കുൻ എന്ന് പറഞ്ഞത് ആരുണ്ടാക്കി തരും? ഞാൻ ഉണ്ടാക്കി തരുന്ന. കാരണം എന്താണ്? അവന് ചെയ്തു കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ രീതിയാണ്. കാരണം സ്വതന്ത്രനാണ്. അവൻ അള്ളാഹു അല്ലാത്ത ബാക്കി എല്ലാത്തിൽ നിന്നും അവൻ സ്വതന്ത്രനാണ്. മറ്റോരോ അള്ളാഹു അല്ലാത്തതിൽ നിന്ന് എല്ലാത്തിനും അവരാണ് അടിമത്വമുള്ളവരാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ വളരെ മോശകരമായ നിലപാട് നോക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പറ്റിയാണ് പറയുന്നത്. വളരെ മോശകരമായ നിലപാട് എന്താ? അള്ളാഹു തആല അവനെ സ്വതന്ത്രനാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവനാണെങ്കിലോ ആ സ്വതന്ത്രം വലിച്ചെറിഞ്ഞ അടിമത്തത്തിലേക്കാണ് പോകുന്നത്. അള്ളാഹു തആല അവനെ സ്വതന്ത്രനാക്കാനും അവൻ്റെ കീഴിൽ മറ്റുള്ളവർക്ക് അവനെ അടിമപ്പെടുത്താനും നോക്കുമ്പോൾ അവനെന്ത് ചെയ്യണ്? അവൻ എല്ലാത്തിൻ്റെയും അടിമകളായിട്ട് അങ്ങോട്ട് മാറാനും ഈ സ്വാതന്ത്ര്യം വലിച്ചെറിയാനാണ് ശ്രദ്ധിക്കുന്നത്. അള്ളാഹു തആല അവനക്ക് ഖാദിമുകളെ ഏർപ്പെടുത്താൻ നോക്കുമ്പോൾ അവൻ എല്ലാവരുടെയും ഖാദിമായി മാറുകയാണ്. അള്ളാഹു തആല അവനെ ഇസ്സത്തുള്ള അടിമയാക്കി എല്ലാവരും അവനെ വഴിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവൻ എല്ലാവർക്കും വഴിപ്പെടാൻ അങ്ങോട്ട് റെഡിയായി പോവുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നിലപാട് മഹാമോശമാണെന്ന് പറഞ്ഞത്. അവൻ്റെ അവനെ സ്വതന്ത്രനാക്കി രാജാധികാരിയാക്കാൻ നോക്കുമ്പോൾ അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന രീതിശാസ്ത്രം അതാണ്. നമ്മൾ അള്ളാഹുക്ക് വഴിപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വതന്ത്രനായ രാജാവായ ഒരു അടിമയാകാണ്. സ്വർഗത്തിലെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സ്വർഗത്തിലെ ദുനിയാവിലെ ഫക്കീറന്മാരാണ് സ്വർഗത്തിലെ രാജാക്കന്മാർ. ദുനിയാവിലെ ഫക്കീറന്മാരെന്താ? അവർ അള്ളാഹു അല്ലാത്ത വേറൊന്നിലേക്കും അവരെ ഡിപ്പെൻഡ് ചെയ്യാത്തവരാണ്. അപ്പോൾ സ്വർഗത്തിലെ രാജാക്കന്മാരാണ് അവർ. അപ്പോൾ അവർ രാജാവാകാനാണ്, അവർ രാജാക്കന്മാരാണ്. അവരെ രാജാവാകാനാണ് അള്ളാഹു തആല ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവർക്ക് വേണ്ട എന്താണ്? അടിമത്വമാണ്. അപ്പോൾ എത്ര മോശമാണ് എന്നാണ് മഹാന്മാർ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാവേണ്ട എന്താണ്? ഈ ഒരു നിലപാട് അടിമയുടെ മനസ്സിലെത്തുമ്പോഴാണ് സൂഫിയാക്കൾ ഭാഷയിൽ വറ എന്ന് പറയുക. നേരത്തെ പറഞ്ഞ വറ എന്താണ്? ഹറാമും ഹലാലും സൂക്ഷിക്കുന്ന വറകാണ്. എന്നാൽ മഹാന്മാരുടെ ഭാഷയിൽ വറ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാരുടെ ഭാഷയിൽ വറ എന്ന് പറഞ്ഞാൽ റഫ്ഉൽ ഹിമ്മത്തി അനിസവി, അള്ളാഹു അല്ലാത്ത വേറെ എല്ലാത്തിൽ നിന്നും എന്ത് ചെയ്യുക? സൂക്ഷ്മത പാലിക്കുക. അള്ളല്ലാത്ത വേറെ എല്ലാം സൂക്ഷിക്കുക. ഹറാമും ഹലാലും എല്ലാം നോക്കുന്നത്. അള്ളല്ലാത്ത വേറെ സൂക്ഷിക്കുക. അള്ളാഹു അല്ലാത്ത വേറെ എല്ലാം സൂക്ഷിക്കുക. അതാണ് സൂഫിയാക്കളുടെ ഭാഷയിൽ എന്ത് വറ എന്ന് പറഞ്ഞാൽ. മഹാനായ ലത്തായിഫുൽ മിനൽ എന്ന് പറഞ്ഞ കിതാബിൽ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയായിരുന്നു. മഹാനായ ഷഹറാനി റളിയല്ലാഹു പറയുന്നുണ്ട്, വഅലം റഹ്മക്കല്ലാഹ് അന്നൽ വറഅൽ ഹുസൂസി
അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകം അള്ളാഹുമായിട്ട് ബന്ധം നേടിയ അള്ളാഹുവിൻ്റെ അടിമകളുടെ വറഅ് എന്ന് പറഞ്ഞാൽ ലാ യുഫ്ഹിമുഹു ഇല്ലാ ഖലീലുൻ, അതെല്ലാവർക്കും അങ്ങനെ മനസ്സിലാവില്ല എന്ന്. നമ്മൾ വറഅ് പറയുന്ന ആ വറകിൽ തന്നെ നമ്മൾ തീരില്ല, അത് വേറെ വിഷയം. നമുക്ക് ഹറാമോ ഹലാൽ സൂക്ഷിക്കാൻ തന്നെ അവിടെ ഇല്ല, നമ്മൾ കുറേ പാടുപെടുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചുള്ള വറഅ് എന്ന് പറഞ്ഞാൽ അത് അധികം ആളുകൾക്കും തിരിയില്ല എന്നുള്ളതാണ്. അവരുടെ വറഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? തവറഹും അൻ യസ്കുനു ലിഗൈരിഹി, അള്ളാഹു അല്ലാത്ത വേറെന്തിലേയും സമാധാനം കണ്ടെത്തൽ. അള്ളാഹു അല്ലാത്ത വേറെന്തിലേക്കും എന്ത് ചെയ്യുക? സമാധാനം കണ്ടെത്താതിരിക്കുക എന്നുള്ളതാണ് ആരോ പറഞ്ഞത്. ഹറാമോ ഹലാലാണോ? അല്ല. അവരുടെ മനസ്സിന്റെ ശാന്തത അവരാരിൽ കണ്ടെത്തും? അള്ളാഹുവിൽ കണ്ടെത്തും. എൻ്റെ മനസ്സിന്റെ ശാന്തത അള്ളാഹു അല്ലാത്തവരിൽ ഞാൻ കണ്ടെത്തുന്നുണ്ടോ? ഞാൻ വറഇന്റെ ആളല്ല. അതാണ് സൂഫിയാക്കൾ അൻ യമീലു ബിൽ ഹുബ്ബി ലിഗൈരിഹി. അള്ളാഹു അല്ലാത്തവരിൽ ഇഷ്ടം പോവാതിരിക്കാനുള്ള സൂക്ഷിക്കലാണ് അവർ. അള്ളാഹു അല്ലാത്തതിലേക്ക് നമ്മളെ ഇഷ്ടം പോകുന്നുണ്ട് എങ്കിൽ അത് സൂക്ഷിക്കും അവർ. അതാണ് അവർ പറയുക. അപ്പൊ അവരെ ഇഷ്ടം ആർക്കല്ലാതെ കൊടുക്കൂല? അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കൂല എന്നല്ല, ആ ഇഷ്ടം അള്ളാഹുമായിട്ടുള്ള കണക്റ്റഡ് ഇഷ്ടമായിരിക്കും. അല്ല, അള്ളാഹു അല്ലാത്ത മാർഗത്തിലുള്ള ഇഷ്ടം അവർക്ക് ആരോടും ഉണ്ടാവില്ല. അപ്പൊ അത് പറയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും അള്ളാഹു ചെയ്യുന്ന ഖൈറിലാണ് അവരെ പ്രതീക്ഷ ഉണ്ടാവുക. അല്ല, ജനങ്ങളുടെ ഔദാര്യത്തിൽ അവർക്ക് എന്തുണ്ടാവില്ല, പ്രതീക്ഷ ഉണ്ടാവില്ല. ആ പ്രതീക്ഷ മുറിയുമ്പോഴാണ് അവരെന്താ ചെയ്യുക? അവർ പറയുക. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത മറ്റു കാരണങ്ങളെ അവർ ഭയപ്പെടൂല. അള്ളാഹു അല്ലാത്ത മറ്റ് കാരണങ്ങളെ അവരെന്ത് ചെയ്യില്ല? അവര് ഭയപ്പെടൂല. അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റു കാരണങ്ങളോട് ഭയം ഉണ്ടാവില്ല. എന്നാണ് സൂഫിയാക്കളെ പറയുക. അള്ളാഹു അല്ലാത്ത ഒരു കാരണത്തെ ഭയപ്പെട്ടാൽ അവരെ വറവ് പോയി. കാരണം അള്ളാഹു അല്ലാത്ത വേറെന്തിനെ ഭയപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യും? അവർ ശ്രദ്ധിക്കും. ആ ശ്രദ്ധയാണ് അവരുടെ വറവ്. ഹറാമോ ഹലാലോ അല്ല എന്നർത്ഥം. നമ്മളെ പറയാൻ എന്താ? ഹറാമോ ഹലാലോ. അതന്നെ ഹറാമ് മാക്സിമം ഒഴിവാക്കാൻ നമ്മൾ നോക്കിയിട്ട് തന്നെ ഹറാമിൽ പൂർണ്ണമായി മുക്തമാകുന്നില്ല. കാരണം ഹറാമ് പറഞ്ഞാൽ വെറും കാണൽ, സംസാരത്തിൽ വേറെ എഴുപത്ത് വരുന്നില്ല. അതൊക്കെ എന്താണ്? ഹറാമാണ്. ഇവരുടെ വറവ് എന്താണ്? അള്ളാഹു അല്ലാത്ത വേറെ വസായത്തുകളെ, കാരണങ്ങളെ അവർ ഭയപ്പെടൂല. ഇതാണ് അവർക്കുള്ളത്. അപ്പൊ ഈ നിലക്ക് മാത്രമല്ല, അവരുടെ ഇബാദത്തുകളെ, അവരുടെ വഴിപ്പടുകളെ, അവർക്ക് വരുന്ന ആത്മീയ പ്രകാശങ്ങളെ, അതിലൊന്നും അവർ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കും. അതിലൊക്കെ സൂക്ഷിക്കും. ഈ സൂക്ഷ്മത ഉണ്ടാകുമ്പോഴാണ് അവർ വറഅ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ അടിമത്തം വഹ്മ് മാറി യഖീൻ ഉണ്ടാവുമ്പോഴാണ് അയാൾക്ക് വറഅ് ഉണ്ടാകുക. വറഅ് ഉണ്ടാകുന്നതോടുകൂടി എന്ത് ചെയ്യും? സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം ആ വറഅ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായ സ്വതന്ത്രമായ അടിമയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുടെ മനസ്സ് ഇങ്ങനെയായിരിക്കും. അവര് മനസ്സ് എന്താണ്? അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിലും അവരെന്ത് ചെയ്യില്ല, അവർ ഡിപ്പെൻഡേ ചെയ്യൂല. അപ്പൊ ഒരു സ്വതന്ത്ര അടിമകളാവും. അപ്പോൾ ആ അവസ്ഥയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് ഉണ്ടാവുക. അതാണ് ഹിക്മത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശകളും പ്രതീക്ഷകളും ഉണ്ടെങ്കിൽ നമ്മൾ പരിപൂർണരായല്ല, സ്വതന്ത്രരായ അടിമകൾ അല്ല എന്നുള്ളതാണ്. അതാണ് ഹിക്മത്തിൽ വിശദീകരിച്ചത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നിർത്താൻ. അൻത ഹുറും ഇമ്മ അൻത അൻഹു ആയിസുൻ. നീ എന്തെല്ലാം വിഷയത്തെ തൊട്ട് നിന്റെ ആശയം മുറിച്ചു കളയുന്നോ ആ വിഷയത്തിലൊക്കെ നീ സ്വതന്ത്രനാണ്. വഅബ്ദുൽ ലിമാ അൻത ലഹു ത്വാമിഉൻ. ഏതെല്ലാം വിഷയത്തിൽ നിനക്ക് എന്തുണ്ട്, ആരോടൊക്കെ എന്തൊക്കെ വിഷയത്തിലൂടെ എനിക്ക് ആഗ്രഹമുണ്ടോ അതിൻ്റെയൊക്കെ നീ എന്താണ്? അടിമയാണ്. അപ്പോൾ സ്വതന്ത്രനായ ഒരു അടിമയാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാമില്യങ്ങളായ പരിപൂർണ അടിമകൾ അവർ സ്വതന്ത്രരായിരിക്കും, അവർ ഇസ്സത്തുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് സ്വതന്ത്രമാകുമ്പോൾ അവർക്ക് ഇസ്സത്ത് ഉണ്ടാവും. അവരാരെയും ഭയപ്പെടൂല എന്നുള്ളതാണ്. മാന്മാരൊക്കെ അങ്ങനെയാണ്. അവരെ നമുക്ക് പേടിപ്പിക്കാൻ കഴിയൂല, ആരും പേടിപ്പെടില്ല. അജ്മീർ ഖാജ അല്ലേ, അന്നത്തെ ഭരണാധികാരി പേടിപ്പിച്ചു വല്ല പേടി ആർക്കുണ്ടായിരുന്നോ? ഖാജക്ക് ഉണ്ടായിരുന്നോ? ഒരു പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭരണാധികാരിയൊക്കെ അവർക്ക് കീഴ്പ്പെടാനുണ്ടായത്. അപ്പൊ എന്താണുള്ളത്? കഴിഞ്ഞത്ത് വല്ല സൈന്യം ഉണ്ടോ? ഒന്നുമില്ല. ആരാ ഉള്ളത്? അള്ളാഹു മാത്രമുള്ളത്. അപ്പോൾ ആ ഭരണാധികാരി ലാസ്റ്റ് ആർക്ക് കീഴ്പ്പെടേണ്ടി വന്നു? മഹാനായ ഖാജ തങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകൾ ആരായിരിക്കും? സ്വതന്ത്രരായിരിക്കും, അവർ ഇസ്സത്തുള്ളവരായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അള്ളാഹു തആല അവസ്ഥയിൽ നമ്മളെ ആക്കിത്തരട്ടെ. അവൻ്റെ പരിപൂർണനായ, അവനെ മാത്രം മനസ്സ് ആശിക്കുന്ന യഥാർത്ഥ അടിമകൾ അള്ളാഹു തആല ഉൾക്കൊള്ളിക്കട്ടെ. നമ്മൾ പറഞ്ഞവും കേട്ടവും എല്ലാം അള്ളാഹു തആല സ്വീകരിക്കട്ടെ.